നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രശസ്ത സാഹിത്യകാരനും നടനുമായ TKD മുഴുപ്പിലങ്ങാട് അന്തരിച്ചു. അന്ത്യം വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. തിരുവോണം കഴിഞ്ഞെങ്കിലും മങ്ങാതെ ഓണാഘോഷം. ആവേശത്തോടെ മൂന്നാം ഓണവും വരവേറ്റ് മലയാളികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1,17,800 രൂപയായി കുറഞ്ഞു. കോടാലി ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മന്ത്രി K മുരളീധരന് പൗരാവലിയുടെ നിവേദനം. കല്ലൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥിനികളുടെയും നേതൃത്വത്തിൽ ലദൽ ഹബീബ് 2026 മിലാദ് നബിദിന ആഘോഷവും നബിദിന റാലിയും സംഘടിപ്പിച്ചു. കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ സൗഹൃദ വനിതാ ഓണം കളി മത്സരം കാണികൾക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുതുക്കാട് മുപ്പിളിയം റോഡിൽ ഗവൺമെന്റ് സ്കൂളിന് സമീപത്താണ് കാറിന് തീപിടിച്ചത്. ആളപായമില്ല. പാഴായി സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേശിന്റെ മാരുതി 800 കാറിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വാഹനത്തിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് വാഹനം ഓടിച്ചിരുന്ന നന്ദേശ് ഡോർ തുറന്ന് ചാടിയിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തീ പടർന്ന് തനിയെ മുന്നോട്ട് നീങ്ങിയ കാർ സമീപത്തെ കാനയിലേക്ക് ചെരിഞ്ഞാണ് നിന്നത്. പുതുക്കാട് നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ TKD മുഴുപ്പിലങ്ങാട് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തിന് നികത്താനാകാത്ത നഷ്ടം സമ്മാനിച്ചാണ് TK ദാമോദരൻ എന്ന TKD മുഴപ്പിലങ്ങാട് വിടവാങ്ങുന്നത്. നോവൽ, കഥ, കവിത, നാടകം, ബാലസാഹിത്യം തുടങ്ങി എഴുത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്റേതായ കയ്യൊപ്പ് ചാർത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് തുടങ്ങി നിരവധി ആദരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ചൊരു എഴുത്തുകാരൻ എന്നതിലുപരി പ്രശസ്തനായ ഒരു അഭിനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പെരുന്തച്ചൻ, കടൽക്കാക്ക, ഒരു വിലക്ക് എന്നീ സിനിമകളിലും നിരവധി ടെലിഫിലിമുകളിലും സീരിയലുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി നിരവധി രചനകളും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച മുഴപ്പിലങ്ങാട്ട് വെച്ച് റോഡ് മുറിച്ചു കടക്കവെയുണ്ടായ വാഹനാപകടമാണ് അദ്ദേഹത്തിന്റെ ജീവനെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം വ്യാഴാഴ്ച രാവിലെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണാഘോഷത്തിന്റെ ആവേശത്തിന് കുറവില്ല. മൂന്നാം ഓണമായ അവിട്ടം നാളിലും ഓണത്തിന്റെ ശേഷിപ്പുകൾ രുചിച്ചും ആഘോഷിച്ചും മലയാളികൾ ഒത്തുചേർന്നു. തിരുവോണ സദ്യയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ പഴഞ്ചോറും ബാക്കി വന്ന കറികളും ചേർത്ത് കഴിക്കുന്ന പതിവ് പല വീടുകളിലും തുടർന്നു. ഓണസദ്യയുടെ രുചി വീണ്ടും ആസ്വദിക്കുന്നതിന്റെ ഭാഗമായി പഴഞ്ചോറും കറികളും മൂന്നാം ഓണത്തിന്റെയും ഭാഗമായി. പലയിടങ്ങളിലും വാടാത്ത പൂക്കളങ്ങളും ഓണത്തിന്റെ നിറം പകർന്നു. വിവിധയിടങ്ങളിൽ കലാപരിപാടികളും കൂട്ടായ്മകളും തുടർന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴിയുടെ ഓർമ്മപ്പെടുത്തലുമായി സ്നേഹവും സമൃദ്ധിയും പങ്കുവെച്ചാണ് മലയാളികൾ അവിട്ടവും ആഘോഷിച്ചത്. തിരുവോണത്തിന്റെ തിരക്കുകൾ അവസാനിച്ചെങ്കിലും ഓണത്തിന്റെ സന്തോഷം മങ്ങാതെ ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും ഓർമ്മകളുമായി മൂന്നാം ഓണവും ആഘോഷപ്പെരുമ നിലനിർത്തി. വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ 2 തവണ ഇടിവ് രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ രണ്ടാമതും ഇടിവുണ്ടായത്.
രാവിലത്തെ വിലയേക്കാൾ ഗ്രാമിന് 215 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ 22 കാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന്റെ വില 14,725 രൂപയായി. 1 പവൻ സ്വർണത്തിന് 1,17,800 രൂപയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള വില. രാവിലെ 1 ഗ്രാം സ്വർണത്തിന് 14,940 രൂപയും 1 പവന് 1,19,520 രൂപയുമായിരുന്നു വില. അതായത് പവന് 1,720 രൂപയുടെ കുറവാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത്. തിരുവോണ ദിവസമായ ബുധനാഴ്ച സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. അതേസമയം കേരളത്തിലെ വെള്ളി വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം വെള്ളിക്ക് 260 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 2,600 രൂപയുമാണ് നിലവിലെ വില. കോടാലി ആശുപത്രിയിൽ രാത്രി കിടത്തി ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെയും ലാബ് ജീവനക്കാരെയും നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് മറ്റത്തൂർ പൗരാവലി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന് നിവേദനം നൽകി. 1000-ലധികം പേരുടെ ഒപ്പുകൾ ശേഖരിച്ചാണ് പൗരാവലി നിവേദനം തയ്യാറാക്കിയത്. 3 മുറിയിൽ നടന്ന പരിപാടിക്കിടെ പൗരാവലി ഭാരവാഹികൾ മന്ത്രിക്ക് നിവേദനം കൈമാറി. ആവശ്യങ്ങൾ പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. പൗരാവലി വൈസ് ചെയർമാൻ ടി ബാലകൃഷ്ണ മേനോൻ, കൺവീനർ കെ എസ് ശോഭി, കമ്മിറ്റി അംഗങ്ങളായ IR ജയപാൽ, ജോസഫ് വാസുപുരത്തുകാരൻ, എലിയാസ് അവിട്ടുപിള്ളി, കെ എസ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഉയർത്തി കല്ലൂർ മഹൽ മുസ്ലിം ജമാഅത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആഭിമുഖ്യത്തിൽ ലദൽ ഹബീബ് 2026 മീലാദ് നബി ആഘോഷവും നബിദിന റാലിയും സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 25 പുലർച്ചെ മൗലിദ് സദസ്സോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പതാക ഉയർത്തലും മിലാദ് റാലിയും നടന്നു. അന്നദാനം, ബൈക്ക് റാലി, സമാപന മിലാദ് സദസ്സ്, 100 മദീന ഇശൽ വിരുന്ന് എന്നിവയും അരങ്ങേറി. ആഗസ്റ്റ് 26 നടന്ന മിലാദ് സമ്മേളനം മഹൽ ഖത്തീബ് ഉബൈദ് റബ്ബാനി അൽ ഫറൂഖി തിരൂർ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആറ്റുപുറമ്പത്തിൻ അധ്യക്ഷനായി. വാർഡംഗം സൈമൺ നമ്പാടൻ മുഖ്യാതിഥിയായി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ വിരുന്നും വിജയികളെ അനുമോദിക്കലും സമ്മാനദാനവും നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നെല്ലായി നന്ദിക്കര രാപ്പാൾ പ്രദേശത്തെ തമിഴ് ബ്രാഹ്മണരുടെ കൂട്ടായ്മയായ കുറുമാലി ബ്രാഹ്മണ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ രാപ്പാൾ കൂടൽമാണിക്യം ആറാട്ടുകടവിൽ യജുർവേദ ഉപാകർമ്മം നടത്തി. 1008 കാമോ കാർഷിക് ജപിച്ചതിനു ശേഷം മഹാസങ്കല്പം, പൂണൂൽമാറൽ, കാണ്ഡഋഷി മുഹാതർപ്പണം, വേദാരംഭം എന്നിവയും നടന്നു. വിവിധ കർമ്മങ്ങൾക്ക് പെരുവമ്പ് മഹേഷ് വാദിത്യാർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഋഷിഹോമം, ജയതിഹോമം എന്നിവയും നടന്നു. കഴിഞ്ഞ 1 വർഷത്തെ കർമ്മങ്ങളിൽ വരുന്ന കുറവിന്റെ പരിഹാരമായി ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച ഓരോരുത്തരും 1008 ഗായത്രി മന്ത്രവും ഉരുവിടും. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ 164ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന ജയന്തി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS വിമൽ, ജില്ലാ സെക്രട്ടറി CV ബാബു, യൂണിയൻ സെക്രട്ടറി KU രദീപ്, ഖജാൻജി MA ഗിരി, AK സാജു, TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര സെന്ററിൽ പായസ വിതരണവും നടത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങുമ്പോൾ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ നിർവൃതിയിലാണ് പുതുക്കാട് തൊറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം. മലബാറിലേക്കുള്ള യാത്രകളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഇടത്താവളമായിരുന്നു ഇവിടെയുള്ള ശങ്കരാചല മഠം. 1914 ശ്രീനാരായണ ഗുരു പുതുക്കാടിന്റെ മണ്ണിൽ ആദ്യമായി എത്തുന്നത്. തന്റെ അരുമ ശിഷ്യനായ കോമത്തുകാട്ടിൽ തറവാട്ടംഗമായ ശങ്കരാനന്ദ സ്വാമികളുടെ കുറുമാലിയിലെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്കായാണ് ശിഷ്യരോടൊത്ത് തീവണ്ടി മാർഗം പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുദേവൻ വന്നിറങ്ങിയത്. സായാഹ്നത്തിൽ കുറുമാലിയിലേക്ക് വാഹനം കാത്തു നിൽക്കുന്നതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷന് പുറകിലെ കുന്ന് ഗുരുദേവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കള്ളിമുൾച്ചെടികൾ മാത്രം വളർന്നിരുന്ന കുന്ന് അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയിൽ മനോഹരമായിരുന്നു. ഇതിൽ ആകൃഷ്ടനായ ഗുരുദേവൻ ആ കുന്നിൻ മുകളിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നതിനുള്ള ആഗ്രഹം തൻ്റെ ശിഷ്യന്മാരോടും ശങ്കരാനന്ദ സ്വാമികളുടെ വീട്ടുകാരോടും പങ്കുവച്ചു. തുടർന്ന് ശങ്കരാചല മഠം സ്ഥാപിതമായതോടെ തൊറവ് കുന്ന് സ്വാമിയാർ കുന്ന് എന്ന് അറിയപ്പെടാൻ തുടങ്ങി.
മലബാർ യാത്രകളിൽ ഗുരുദേവന്റെ ഇടത്താവളമായിരുന്നു ശങ്കരാചല മഠം. റെയിൽവേ സ്റ്റേഷന്റെ സാമീപ്യവും ഇതിന് കാരണമായി. ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ശിഷ്യനായ രാമാനന്ദ സ്വാമികൾ ആദ്യം ഇവിടെ ഒരു വൈദ്യശാല സ്ഥാപിച്ചു. സൗജന്യ ചികിത്സ തേടി ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും നിരവധി പേർ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. മഠത്തിന് സമീപത്തുള്ള ചെറിയൊരു പാറയിലാണ് പലപ്പോഴും ഗുരുദേവൻ ധ്യാനത്തിലിരിക്കാറുള്ളത്. ധ്യാനത്തിനിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ഗുരുദേവന് ലഭിച്ചിരുന്നു. ഈ സ്ഥലത്ത് സ്വാമിമാരുടെ നേതൃത്വത്തിൽ വിളക്ക് വെപ്പ് പൂജകളും ആരംഭിച്ചു. 1952 CG ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ സമിതി രൂപീകരിച്ച് ഗുരുദേവന് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ലഭിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും വേൽപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 1997 മുതൽ CG ജനാർദ്ദനൻ, PK ശെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ. സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം സ്ഫുരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രം നിർമ്മിക്കേണ്ടത് നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് അത്യാവശ്യമാണെന്ന പ്രശ്നചിന്തയെ തുടർന്നാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ച് ഉപദേവതാ പ്രതിഷ്ഠകൾ നടത്തിയതെന്ന് നിലവിലെ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് PK ശെൽവരാജ് സ്വാമികൾ പറഞ്ഞു. ഗുരുദേവൻ ഇവിടെ വരികയും ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന ശങ്കരാനന്ദ സ്വാമികൾ കോമ്പത്തുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് സുഖമില്ലാതെ കിടക്കുമ്പോൾ പലവട്ടം പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അദ്ദേഹം നടവഴി അങ്ങനെ പോകുമ്പോൾ ഈ കുന്ന് കാണുകയും ഈ അതിമനോഹരമായ കുന്നായിരുന്നു എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ദേവൻ അവിടെ വന്ന് അവിടെ ഒരു പാറയുണ്ടായിരുന്നു, അവിടെ വന്ന് കുറേ നേരം ധ്യാനിക്കും. രാവിലെ ആയാലും വൈകിട്ടായാലും അങ്ങനെയായിരുന്നു. അപ്പോൾ മുരുകൻ്റെ ഒരു ചൈതന്യം അദ്ദേഹത്തിന് പലവട്ടം തോന്നിച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ആശ്രമമൊക്കെ പണിത് അവിടെ കുറച്ച് സ്വാമിമാരെ അതിന് വേണ്ട ഔഷധങ്ങൾ വൈദ്യശാലയായിട്ട് അവിടെ തുടങ്ങുകയും ശേഷം നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് ഗുരുദേവൻ്റെ ഇതിലൊരു ക്ഷേത്രം മുരുകൻ്റെ പണിയുന്നത്. പിന്നെ 97 ഒരു പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇന്നത്തെ ക്ഷേത്രം പണിയുകയും അവിടെ ഒരു പഞ്ചലോഹ വിഗ്രഹത്തിൽ ഭഗവാനെ പ്രതിഷ്ഠ കഴിക്കുകയും മറ്റുള്ള ഉപദേവന്മാരെ പ്രതിഷ്ഠ കഴിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം വളരെയധികം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഈ നാട്ടുകാരുടെയും പുറമേയുള്ള ഭക്തജനങ്ങളും വന്ന് നല്ല സഹകരണം ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഇനിയും ഇതിനേക്കാളും വളരെ വളരെ പുരോഗമനങ്ങളും ഈ ക്ഷേത്രത്തിന് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാതിമത പരിഗണന കൂടാതെ മുഴുവൻ പേർക്കും പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതെങ്കിൽ സ്വാമിയാർ കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം നിർമ്മിക്കണമെന്നത് ഗുരുദേവന്റെ ആവശ്യമായിരുന്നു. ധ്യാനത്തിനിടെ തനിക്ക് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം ലഭിച്ച സ്വാമിയാർ കുന്ന് വളരെ പവിത്രമാണെന്നും ഗുരുദേവൻ അരുളി ചെയ്തിരുന്നു. ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഗുരുദേവൻ ആവശ്യപ്പെട്ടത് സ്വാമിയാർ കുന്നിൽ മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ സ്വാമിയാർ കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസക്തി ഗുരുദേവനോളം തന്നെ ഉയർന്നു നിൽക്കുന്നു. മറ്റത്തൂർ മൂലംകുടം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ഓണംകളി മത്സരം സംഘടിപ്പിച്ചു. മുൻകാല ഓണംകളി കലാകാരനായ ഇടിവാൾ സുബ്രൻ സ്മരണാർത്ഥം സംഘടിപ്പിച്ച രണ്ടാമത് ഓണംകളി മത്സരം മൂലംകുടം സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. CC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD ബിജു, കൺവീനർ VK ഗിരിജൻ, ക്ലബ് സെക്രട്ടറി ഹരി ഗോവിന്ദ്, ട്രഷറർ നിമൽ എന്നിവർ സംസാരിച്ചു. വൈദേഹി കുറ്റിച്ചിറ, ശിവനാഥം ചാലക്കുടി എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു.
ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ സൗഹൃദ വനിതാ ഓണം കളി മത്സരം കാണികൾക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. മത്സരത്തിൽ ശിവദം ചെമ്പുച്ചിറ, സഹസ്ര നന്ദിപുലം എന്നീ ടീമുകൾ മാറ്റുരച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത മിമിക്രി താരം ജോബി കൊടകര ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച ഓണം കളി രാത്രി 9:30 വരെ നീണ്ടുനിന്നു. തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾക്കുള്ള ട്രോഫികൾ 6ാം വാർഡ് അംഗം ഗിരിജ ശ്യാംകുമാർ, 5ാം വാർഡ് അംഗം ലിജോ കളത്തിങ്കൽ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. തുടർന്ന് ആകർഷകമായ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നറുക്കെടുപ്പും നടന്നു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ശിവൻ പെരുമ്പുള്ളി, പ്രസിഡന്റ് ഗംഗാധരൻ പായുമ്മൽ, സെക്രട്ടറി സുകുമാരൻ താണാട്ടി എന്നിവർ നേതൃത്വം നൽകി. പ്രദേശവാസികളായ നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. Today's My Day. Vivaha Bridal Collections from Krishna Jewelry, Gold and Diamonds, Chalakudi. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,725 രൂപ, പവന് 1,17,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക. പ്രശസ്ത സാഹിത്യകാരനും നടനുമായ TKD മുഴുപ്പിലങ്ങാട് അന്തരിച്ചു. അന്ത്യം വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. തിരുവോണം കഴിഞ്ഞെങ്കിലും മങ്ങാതെ ഓണാഘോഷം. ആവേശത്തോടെ 3ാം ഓണവും വരവേറ്റ് മലയാളികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1,17,800 രൂപയായി കുറഞ്ഞു. കോടാലി ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മന്ത്രി കെ മുരളീധരന് പൗരാവലിയുടെ നിവേദനം. കല്ലൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥിനികളുടെയും നേതൃത്വത്തിൽ ലദൽ ഹബീബ് 2026 മിലാദ് നബിദിന ആഘോഷവും നബിദിന റാലിയും സംഘടിപ്പിച്ചു. കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ സൗഹൃദ വനിതാ ഓണം കളി മത്സരം കാണികൾക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.